ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബീഫ് വേവിച്ചിട്ട് അതിലുള്ള വെള്ളം വറ്റിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. വെള്ളം വറ്റിക്കാതെ ഞാൻ തട്ടിയിട്ടു. ഇപ്പോൾ തീ കുറയ്ക്കാം. ബീഫ് വരട്ടുന്നതിൻ്റെ വീഡിയോയാണ്. എൻ്റെ മരുമകൾ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലെന്ന് പറയരുത്. ഇതാ ഇവിടെ നിൽപ്പുണ്ട്, കണ്ടോ? അപ്പം ഈ ഉരുളി ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഇതെങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക്, കടുകിട്ടു. വറ്റൽമുളക് ഇട്ടു. ഇനി നമുക്ക് ഈ തേങ്ങ അതിലേക്കിട്ട് ആ തേങ്ങ ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. തേങ്ങ ചുമന്നു. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്.
നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തേങ്ങ നല്ലപോലെ മൂത്തു. അപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചുമന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് വരട്ടിയതാണ്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം. ചിലർ ചെറിയ ഉള്ളി ഇറച്ചിയിൽ കൂടെ ഇട്ട് തന്നെ വേവിക്കുന്നത് ഞാൻ കണ്ടു. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേവിക്കുമ്പം ചെറിയ ഉള്ളി അതിനോട് എന്തങ്ങ് ഉടയുമായിരിക്കും. പക്ഷേ ഞാൻ അന്നും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. നമ്മളങ്ങ് വെളിയിൽ അടുപ്പി വെച്ചാണ് അന്ന് ഇത്. ഇന്നിപ്പം ഇരട്ടി മോഡുലാർ കിച്ചൻ്റെ ഗ്യാസിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. രാത്രിയായിപ്പോയി. ഉള്ളി ഒന്ന് നല്ലപോലെ ഇതുകൂടെ ഒന്ന് വാടിയിട്ട് നമുക്ക് ഇടാം. ഉണ്ണിക്കും നേരത്തെ ആയിരുന്നെങ്കിൽ അമ്പലത്തിൽ കയറിപ്പോയി തൊഴുവായിരുന്നു. ഇനി നാളെയെങ്കിലും ഒന്ന് രാവിലെ കുളിച്ചിട്ട് പോയി അമ്പലത്തിൽ കയറിപ്പോയി തൊഴുവാൻ പറയുന്നു.
കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പൊടിയിടുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ടു. കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ആകും, നല്ല കളറ് കിട്ടും. കുറച്ച് മഞ്ഞപ്പൊടിയുടെ ഇട്ടേ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ആശാന്മാരല്ലേ, കുരുമുളക് പൊടി. ഇനി ഇത് ഉലുവ പൊടിച്ചത്, ഗരം മസാല, ചിലർ മീറ്റ് മസാല ഇത്തിരി ചേർക്കും. അത് ഇഷ്ടം പോലെ, നമ്മളെ ഇഷ്ടം പോലെ ചേർക്കാം. നമ്മളങ്ങനെ ഇറച്ചിക്ക് പോലും ഇതൊന്നും ചേർക്കാം. മീറ്റ് മസാല, മട്ടൻ മസാല, അതുപോലെ തന്നെ ചിലർ സാമ്പാർ വയ്ക്കുമ്പം സാമ്പാർ പൊടി, അതൊന്നും നമ്മൾ ചേർക്കാറില്ല. നമ്മളെല്ലാം സാധാരണ ഇതായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ വയ്ക്കുമ്പോൾ ചിക്കൻ മസാല, മീൻ വയ്ക്കുമ്പോൾ മീൻ മസാല, രസം വയ്ക്കുമ്പോൾ രസം മസാല, അങ്ങനെ ഒന്നും ഞങ്ങൾ വയ്ക്കാറില്ല. നമ്മളെല്ലാം സാധാരണ നാടൻ ഇത് വെച്ചാണ് ചേർക്കാറുള്ളത്. ഓരോരുത്തർക്കും അതിൻ്റേതായ ഓരോ രീതികളാണ്. അപ്പോൾ എല്ലാം പൊടികളൊക്കെ നല്ലതുപോലെ ഇട്ട് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് അതിലേക്ക് തട്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇട്ട് വറുത്ത് 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 നല്ല വെള്ളമൊക്കെ വറ്റി വരണ്ട് വരണം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് അതിലേക്ക് തട്ടിയാലോ. ഇനിയും എത്ര വെള്ളം വറ്റിച്ചിട്ടും കുറച്ചിരിയെങ്കിലും ഉണ്ട് വെള്ളം. ഇനി ഇതെല്ലാം ഒന്നായി നല്ല വറണ്ട് റെഡിയായി വരണം. അപ്പോഴാണ് നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയാവുന്നത്. അപ്പം നമ്മുടെ ബീഫ് ദേ ഈ പരുവമായി, കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇതാക്കണ്ടേ. സ്റ്റേജിൽ നമ്മൾ കാണിച്ചാൽ മൊത്തത്തിൽ പിടിച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് ലെന്തും കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണിക്കുന്നത്. ഈ പരുവമായി, കണ്ടോ. ജസ്റ്റ് കുത്തുക. ഇപ്പോൾ സ്റ്റാർട്ടായി. അതിനുശേഷം നിങ്ങൾ മസാല ഇടുക. നിങ്ങൾ ഈ സാധനത്തിൽ തുടരും. എപ്പോഴും ലൈറ്റ് ഭയങ്കര പ്രധാനമാണ്.
തുണികൾ അധികം കിടക്കുകയാണ്. ഈ കാലത്തെ എടുത്തുകൊണ്ടിടാൻ കൂടും. വാഷിംഗ് മെഷീൻ ബെഡ്ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടിട്ടത്. രാവിലെ എടുത്ത് വിരിക്കാം. അത് ഇറച്ചി കൂട്ടാൻ വെക്കണമെങ്കിൽ ഞാൻ ചേർത്ത് തൊലിക്കാൻ എടുത്ത് എന്തിനു വെക്കണോ? അതാണ് വെക്കുന്നതിന് നല്ലത്. ഇനി വെച്ചേക്കണ്ട ഫുഡ് ആ ഇറച്ചി ഒന്ന് കൂട്ടാൻ വെക്കാം. നമുക്കിപ്പോൾ കുക്കറിലൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് വെക്കാം. അത് ഞാൻ തൊലിക്കാൻ എടുത്ത് ഇനിയിപ്പം ഞാൻ ബീഫ് കൊണ്ടൊന്ന് വായിൽ നമ്മുടെ ബീഫ് ഈ വറണ്ട് ഈ വിധമായിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഇത്ര സമയമായി നമ്മൾ ബീഫ് വെച്ചിട്ട്. കണ്ടോ ബീഫ് വരട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ ബീഫ് വരട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൊച്ചു കാര്യമൊന്നുമല്ല. നല്ലതുപോലെ വരട്ടി എടുക്കണമെങ്കിൽ അതൊത്തിരി പാടുള്ള കാര്യമാണല്ലേ. നമുക്ക് തിന്നാനാണെങ്കിൽ ഒന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നുന്ന കണക്ക് ബീഫ് വരട്ടി എടുക്കുന്നത് കുറച്ച് ഇതാണ്. പക്ഷേ കൊണ്ടുപോയി നമുക്ക് വെച്ചിരുന്ന് എടുക്കാനാണെങ്കിൽ നല്ല റിസ്ക്കുള്ള ജോലിയാണത്. നല്ലപോലെ വരട്ടി അതിൻ്റെ ആ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളി ബീഫ് റോസ്റ്റായി വരണം. ഇത് കണ്ടോ എത്ര സമയമായെന്നറിയാമോ? ഒന്ന് റെഡിയായി വരട്ടെ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. ഈ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടോ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. രാത്രിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അതിനൊരു അറുതി വന്നു. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബീഫ് ഫ്രൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് അതിനൊരു ലൈക്ക് തന്നൂടെ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ അല്ല, ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.